ഹലോ കൂട്ടുകാരെ, ഇതുവരെ ക്യാമറയിൽ കുടുങ്ങിയ മനുഷ്യന്മാരുടെ പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് കാണാനും ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാകും. പക്ഷേ ഇന്ന് അതുപോലെ തന്നെ ക്യാമറയിൽ കുടുങ്ങിയ ഒരു ചില ആനിമൽസിന്റെ ഫണ്ണി വീഡിയോസും മനുഷ്യരും ഈ ചില മൃഗങ്ങളും ഒന്നു ചേരാൻ പാടാത്ത സ്ഥലങ്ങളെ പറ്റിയും അവരുടെ കുസൃതികളെയും ഞാൻ നിങ്ങൾക്കായി എടുത്തിട്ട് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്റർടൈൻമെന്റിന് ഞാൻ ഗ്യാരണ്ടി. 2023 ഏപ്രിൽ 18 ചിലിയിൽ നടന്ന ഈ ഒരു ഇൻസിഡൻസ് വേറെ ലെവൽ തന്നെയാ. എന്താണെന്ന് വെച്ചാൽ, ഒരു സ്കൂൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഒരു കാറിൽ വന്ന രണ്ടുപേരെ കാറിൽ നിന്നും അവരെ താഴോട്ട് ഇറങ്ങാൻ പറ്റാത്ത മാതിരി ഈ ഒരു പട്ടി അവരെ പേടിപ്പിച്ച് ആ കുട്ടിയുടെ ജീവൻ തന്നെ രക്ഷിച്ചു. ചൈനയിൽ നടന്ന ഈ ഒരു ഇൻസിഡന്റിനെ ഒന്ന് കണ്ടു നോക്കൂ. ഒരാൾ അവരുടെ വീട്ടിന്റെ മുറ്റത്ത് വിചിത്രമായ ഒരു ശബ്ദം കേൾക്കുന്നു എന്ന് വന്നു നോക്കിയ അയാൾക്ക് ഭയങ്കരമായ ഷോക്ക്. എന്താണെന്ന് വെച്ചാൽ, വീട്ടിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു സൈബീരിയൻ ടൈഗർ ആയിരുന്നു. അതിനെ കണ്ടതും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അയാൾ അവിടെ സ്തംഭിച്ചു നിൽക്കുമ്പോൾ അത് അയാളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതാ. നടുവിൽ ഗേറ്റ് ഉണ്ടായതുകൊണ്ട് അയാൾ അവിടുന്ന് രക്ഷപ്പെട്ടു. ഇവൻ ചെയ്ത ഒരു ചെറിയ കാര്യം കൊണ്ട് സിംഹക്കൂട്ടങ്ങൾ മുഴുവനും വല്ലാതെ അവമാനമായി. ഒലീവ നാട്ടിലേക്ക് പോയ ടൂറിസ്റ്റ് ഒരു ബോട്ടിൽ കയറി നിന്ന് സെൽഫി എടുക്കുന്ന നേരത്ത് അവരെ കാണാൻ വേണ്ടി ജീസസ് അവിടേക്ക് വന്നു. സോറി, ഈ ജീസസ് അല്ല, ആ പുഴയിലുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് അലിഗേറ്ററിനെയാണ് ഇവർ ജീസസ് എന്ന് പറയുന്നത്. അത് ആ ബോട്ടിന്റെ അടുക്കൽ വന്നപ്പോൾ അതിനെ കണ്ട് എക്സൈറ്റ് ആയി ബോട്ടിലുണ്ടായിരുന്ന ഒരാൾ അതിന്റെ അടുക്കൽ കൈ നീട്ടുകയും അതിനെ അമുതല, എനിക്ക് നിന്റെ കൈയല്ല വേണ്ടിയത്, നിന്റെ കാലാണ് വേണ്ടിയത് എന്ന് പറഞ്ഞ് ആ ബോട്ടിലേക്ക് ചാടി അയാളെ കടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് സീരിയസ് ആയിട്ടും ഭയങ്കരം തന്നെ. സൗത്ത് ആഫ്രിക്കയിൽ ഒരു നാച്ചുറൽ ട്രെയിനിങ് സെന്റർ ഉണ്ട്. അവിടുത്തെ സീനിയർ ഓഫീസർ കിച്ചണിൽ നിൽക്കുന്ന നേരത്തെ ഒരു സിംഹം ഇയാളെ നോക്കിക്കൊണ്ട് പുറത്ത് നിൽക്കുന്നത് ഇയാൾ കണ്ടു. പക്ഷേ ആ ക്യാമ്പിനെ ചുറ്റി മുഴുവനും ഫെൻസ് ഉണ്ടായതുകൊണ്ട് അയാൾ അവിടെ പേടിക്കാതെ ധൈര്യത്തോടെ നിൽക്കുകയായിരുന്നു. ഛത്തീസ്ഗഡിൽ നടന്ന ഈ ഒരു സംഭവം നമ്മളെ വല്ലാതെ സങ്കടമാക്കും. ഒരു കാറിന്റെ പുറകെ ഒരു പശുക്കൂട്ടം തന്നെ ഓടി വരികയായിരുന്നു അവിടെ നടന്നത്. എന്താണെന്ന് ഇറങ്ങി നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായത് അയാളുടെ കാറിന്റെ അടിയിൽ ഒരു പശുക്കുട്ടി കുടുങ്ങിയിരിപ്പുണ്ട് എന്ന്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ചേർന്ന് ആ കാറിനെ പൊക്കി ആ കുട്ടിയെ അവിടെ നിന്ന് രക്ഷിച്ചു. പൂച്ചകൾ എത്ര സോഫ്റ്റ് ആയ ഒരു പെറ്റാണെന്ന് പറഞ്ഞാലും അതിനും ഒരു റഗഡ് സൈഡ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു പൂച്ച ഒരു കുട്ടിയുടെ ജീവൻ തന്നെ രക്ഷിച്ചു. ഈ കുട്ടി അവളുടെ കടയുടെ മുമ്പ് സൈക്കിളിൽ കളിക്കുന്ന നേരത്ത് അവളെ ഒരു പട്ടി ആട്ടുകയും ആ സമയത്ത് മറ്റുള്ളവർ ആ കുട്ടിയെ എങ്ങനെ രക്ഷിക്കുമെന്ന് ആലോചിക്കുന്ന നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പൂച്ച ആ പട്ടിയെ എങ്ങനെ അടിച്ചു ഓടിക്കുന്നു എന്ന് നോക്കൂ. കെന്യയിലെ ഒരു നാഷണൽ റിസർവ് ഫോറസ്റ്റിൽ അവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റ് എല്ലാം ചേർന്ന് ഒരു സിംഹത്തെ മയക്കുസൂചിയിട്ട് പിടിച്ച് അതിനെ പൊക്കാൻ നോക്കിയതാ. പക്ഷേ ആ സിംഹം ഒന്ന് ചെറുതായി ഇളകിയതാ. ആ സമയത്ത് അവിടെ നടന്നത് യുപിയിലാണ് ഈ ഒരു സംഭവം നടന്നത്. 11 അടി നീളം വരുന്ന ഒരു പൈത്താൻ സ്കൂൾ ബസ്സിൽ കയറി അത് അവിടെ തന്നെ സെറ്റിലായി. എന്നാലും കുട്ടികൾ ആ ബസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ആ പാമ്പിനെ അവിടുന്ന് മാറ്റുകയും ചെയ്തു.
ബ്രസീലിലെ ഒരു ഫേമസ് ആയ ടിക്ടോക്കർ വിക്ടർ എന്ന ഈ ഒരാൾ ഒരു പുഴയുടെ അരികിൽ ജോളിയായി ടെന്റ് ഇട്ട് ഉറങ്ങുകയായിരുന്നു. ടെന്റിന്റെ പുറത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു എന്ന് എണീച്ചു നോക്കിയപ്പോൾ അവിടെ കണ്ടത് ഒരു 5 മുതലകൾ അയാളുടെ ടെന്റിന്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു. ഫൈൻ, ഇന്ന് നമ്മൾ കണ്ട വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സെയിം ഇതേപോലെ തന്നെ ഇനിയും കൂടുതൽ ഫണ്ണിയായ അതുപോലെ തന്നെ അമേസിംഗ് ആയ വീഡിയോസ് കാണാൻ വേണ്ടി ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്ത് നമ്മളുടെ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം.